വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അസ്ര ഫാത്തിമ. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാട്ടർമെലൺ മൊജിറ്റോ ആണ്. ഇതൊരു റിഫ്രഷിങ് ജ്യൂസാണ്. ഇത് നമ്മളൊക്കെ സമ്മറിലൊക്കെ കുടിച്ചാൽ നല്ല കൂളാവും നമ്മളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചത്, കുരുല്ലാത്തത്, പിന്നെ മധുരം അനുസരിച്ചിട്ടാണ് കേട്ടോ പഞ്ചസാര എടുക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ കുറച്ച് വാട്ടർമെലൺ ഇങ്ങനെ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ സോഡ, നാരങ്ങ, പിന്നെ മിൻറ്റ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് മധുരത്തിനനുസരിച്ചിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കുരു കളഞ്ഞ നാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യൊക്കെ ആക്കല്ലേ. ഞങ്ങളിത് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൽ മിക്സി വെച്ചിട്ട് അടിച്ചെടുക്കാം. മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നരിച്ചെടുക്കാം. അപ്പോൾ അത് ഞങ്ങൾ മുഴുവനായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തണ്ണിമത്തൻ അരിഞ്ഞ് വെച്ചതുണ്ട്, അതിട്ട് കൊടുക്കുക. കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീഫ് ഇടുന്നതിന് മുന്നേ കൈയ്യിട്ടൊന്നിങ്ങനെ ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ഇനി നമുക്ക് ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കുക. ഇത്ര ഒഴിച്ചാൽ മതി. നമുക്കിനി സോഡ ഒഴിച്ചു കൊടുക്കാം. തണുത്ത സോഡ വേണം ഒഴിക്കാൻ കേട്ടോ. എന്നാലും നമ്മളിങ്ങനെ നല്ല ടേസ്റ്റും നല്ല കൂളാവുള്ളൂ ഇതൊക്കെ കുടിക്കുമ്പോൾ. ഇനി ഒഴിച്ചെടുക്കാം പൊട്ടിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം കേട്ടോ. ഞങ്ങളെ സോഡ നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഐസ് ക്യൂബ്സ് ഇടാത്തത്. സൂപ്പർ, നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ചെറുതാക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ വാട്ടർമെലൺ മൊജിറ്റോ റെഡിയായി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലേ സൂപ്പർ, നല്ല റിഫ്രഷിങ് ആയിട്ടുണ്ട് ഇത്. നിങ്ങളിത് ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റ്. അപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.